ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ എന്ത് കള്ളക്കളി കളിച്ചാലും ഒടുവിൽ ഇന്ത്യയുടെ നിബന്ധനകൾക്ക് മുന്നിൽ ചൈനയ്ക്ക് മുട്ടുമടക്കേണ്ടി വരും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് അതിർത്തി പ്രശ്നങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ സാക്ഷാൽ അജിത് ഡോവൽ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. നയതന്ത്ര തലത്തിൽ ചൈനയെ വരിഞ്ഞു മുറുക്കാനുള്ള ഇന്ത്യയുടെ ഈ വമ്പൻ നീക്കത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അതിർത്തിയിലെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാതെ ചൈനയുമായി ഇനിയൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് ഇന്ത്യയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നിർണായക ചർച്ചകൾക്കായി ചൈനയിലേക്ക് പറന്നിരിക്കുന്നത്. അവിടെ വെച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി അദ്ദേഹം നേരിട്ട് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി 2003 ആരംഭിച്ച പ്രത്യേക പ്രതിനിധിതല ചർച്ചകളുടെ 25ാം ഘട്ടമാണിത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ സമാധാനം ഉറപ്പാക്കാനും അതിർത്തിയിലെ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ചൈനയെ കൃത്യമായി ബോധ്യപ്പെടുത്താനും ഡോവലിന്റെ ഈ സന്ദർശനം വഴിയൊരുക്കും. അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 12, 13 തീയതികളിൽ ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷീ ജിൻപിങ് എത്തുന്നതിന് തൊട്ട് മുൻപായി അതിർത്തി പ്രശ്നത്തിൽ ഇന്ത്യയുടെ അജണ്ട നിശ്ചയിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഡോവലിനുള്ളത്. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ പ്രത്യേക ഉഭയകക്ഷി ചർച്ചകൾക്കുള്ള വഴി തുറക്കുക കൂടിയാണ് ഈ നീക്കത്തിന് പിന്നിൽ. ഡോവലും വാങ്ങിയും തമ്മിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിർത്തിയിലെ കടുത്ത സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ അയവ് വന്നിരുന്നു. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ചൈനയാണെങ്കിലും അതിൽ പരിഹാരം കാണണമെങ്കിൽ ഒടുവിൽ ഇന്ത്യ വിചാരിക്കണം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു വശത്ത് അതിർത്തിയിൽ സൈനികമായി കരുത്ത് കാട്ടുമ്പോൾ തന്നെ മറുവശത്ത് നയതന്ത്രപരമായി അജിത് ഡോവലിനെ പോലെയുള്ളവരെ ഉപയോഗിച്ച് ചൈനയെ കൃത്യമായി സമ്മർദ്ദത്തിലാക്കുന്ന ഇന്ത്യയുടെ തന്ത്രമാണ് ഇവിടെ വിജയം കാണുന്നത്.